നേരെ വെളുക്കുമ്പോ ഒരു ഫോണുമായിട്ട് ഏതേലും ഒരു മൂലയെ വന്നങ്ങ് ഇരുന്നോളും. ഷോ എന്തോ നാടാ ഇത്. ഇതല്ലാതെ വേറെ ഒരു ജോലിയില്ല. എന്നിട്ട് ഈ പത്രമൊക്കെ ഈ വീട്ടിൽ വരുത്തുന്നതേ എനിക്ക് മാത്രം വായിക്കാനല്ല, നിങ്ങൾക്ക് കൂടെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് വായിക്കാം എടുത്തു വെച്ച്. ഞാനും ഇടയ്ക്ക് പത്രം ഉപയോഗിക്കാറുണ്ട്. വിരിച്ചു കിടക്കാനോ? അല്ലല്ല, വായിക്കാൻ വേണ്ടി തന്നെ. ആണോ? അയ്യോ എടാ കൊച്ചനെ, നീ അത് താഴെ വെച്ച് പത്രമൊക്കെ വായിക്കേ, എന്നെങ്കിലേ അക്ഷരങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം വരത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ വാർത്ത അറിഞ്ഞ പോലെ അത് ആദ്യം വരുന്നത് ഈ മൊബൈലില്ല, പത്രത്തിലൊക്കെ പിറ്റേ ദിവസമല്ലേ വരത്തുള്ളൂ. തെറ്റ്. മൊബൈലിൽ വരും, പത്രത്തിൽ വരും, എല്ലാം വരും. പക്ഷേ ഈ വായനാശീലം എന്ന് പറയുന്നത് ഫോണിൽ കൂടെ കിട്ടുന്നതല്ല. അത് ഇതുപോലെ അക്ഷരങ്ങൾ വായിക്കണം, മനസ്സിലായോ? അത് മെനക്കെട്ടിരുന്ന് വായിക്കണം അമ്മ. ഇതാകുമ്പോ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി, ന്യൂസ് അപ്പത്തന്നെ കിട്ടും. അതന്നെ, നിനക്ക് ട്രോളും സ്ക്രോളും ഒക്കെ കണ്ടോണ്ട് അതേൽ ഇരുതാ മതി. അത് പറ, അതിന് പത്രത്തെ കുറ്റം പറയാതെ. ചോ കഷ്ടം. അച്ഛമ്മ വായിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ പത്രം ഒന്ന് തരാവോ? എന്തിനാ മോളെ? അല്ല, സാധാരണ എല്ലാരും പത്രം വായിക്കുന്നത് വാങ്ങിക്കാലല്ലേ? അതെ. ഇതേ ഇവക്ക് വല്ല ഫ്ലൈറ്റോ കപ്പലോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പത്രം കൊടുക്കമ്മ. അല്ല അച്ഛമ്മ, എനിക്ക് വായിക്കാനാ. കണ്ടുപിടിക്കും. വേണേ അണ്ണാ കാലയിലൊന്ന് തൊട്ട് നമസ്കരിച്ചു ഒരു ശിഷ്യത്വം സ്വീകരിക്കും. കഷ്ടം. ആ കൊച്ചു കുഞ്ഞിനറിയാൻ നേരം വെളുത്ത് പത്രം ഒന്ന് വായിക്കണമെന്ന്. ആണ്ടിരിക്കുന്ന മക്കളെ ഞെക്കിക്കൊണ്ട് നേരം വെളുത്തിട്ടിരിക്കുക. അയ്യോ നമ്മളെ എന്റെ പൊന്നുമോള് കൊണ്ടുപോയി വായിച്ചാട്ടെ. സ്കൂളിലെ സാറ് പറഞ്ഞ് എന്നും പത്രം വായിക്കണോന്ന്. മിടുക്കി. എന്റെ പൊന്നുമോള് പത്രം വായിക്കണം കേട്ടോ. പത്രം മാത്രമല്ല, നല്ല നല്ല പുസ്തകങ്ങൾ, അത് നോവലാവട്ടെ, ചെറുകഥയാവട്ടെ, യാത്രാ വിവരണങ്ങളാവട്ടെ, എന്റെ മക്കൾ അതെല്ലാം വായിക്കണം. എല്ലാ ദിവസവും പത്രം വായിച്ചെങ്കിലേ നമുക്ക് ഈ അക്ഷരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം. മോള് കേട്ടിട്ടില്ലേ, വായനാശീലം അത് വളർത്തിയെടുക്കണം. ഞാനും പണ്ടൊക്കെ പത്രം വായിക്കുമായിരുന്നു. വായിക്കുമായിരുന്നു. എപ്പോഴാണ് എനിക്കറിയത്തില്ലേ, പത്രം വായിക്കുമായിരുന്നെന്ന്. ഞാൻ സ്കൂളിലെ ലൈബ്രറിയിലെ ബുക്ക് എല്ലാം വായിക്കും. ആണോ? അയ്യോ ദണ്ടിയിരിക്കുന്ന ചെറിയച്ഛനെ അങ്ങനെ ലൈബ്രറി അവിടെ ഉണ്ടാവോ പഠിച്ചെടുത്ത്? അത് എവിടാന്ന് പോലും അറിയാൻ വയ്യ. ആരേലും ഇത് കാണിച്ചു കൊടുക്കണല്ലേ, പോയി കണ്ടുപിടിക്കണ. അന്തസ്സായിട്ട് എവിടെങ്കിലും ചെല്ലുമ്പോ 10 വാചകം സംസാരിക്കണമെങ്കിലൊക്കെ വായനാശീലം വേണം. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇതുപോലെ അടിയാവും, ഇറങ്ങിപ്പോവും, തുള്ളും, ചാടും. അതൊക്കെ വിവരക്കേട് കൊണ്ടാ. അതാ അച്ഛമ്മ പറഞ്ഞത്. പൊന്നുമോള് വായിക്കണം കേട്ടോ. അയ്യോ നടക്കട്ടെ. അമ്മയ്ക്ക് അവളുടെ മുമ്പില് എന്നെ കളിയാക്കിയപ്പോ സമാധാനം കിട്ടിയോ? കിട്ടിയല്ലോ. അത് ഇനി അവസരം കിട്ടുമ്പോഴെല്ലാം അമ്മ പറയും. എന്നാലെങ്കിലും എന്റെ പൊന്നുമോനൊന്ന് നന്നാവട്ടെന്ന് വിചാരിച്ചില്ലയോ? അയ്യോ വലിയ ഉപകാരം. അതവിടെ വെച്ചേച്ചു പോയി. അതപ്പോ ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളു. അതില്ലാതെ ശ്വാസം മുട്ടത്തില്ലേ മക്കളെ? ചെല്ലെടുത്തോട്ട് പോ. ഓരോരുത്തന്മാര് പോത്ത് പോലെ മല പോലെ വളർന്നു നിൽക്കുന്നത്. പേപ്പർ വായിക്കൂല, സ്ക്രോള് ഇത് തന്നെ. ജോലി ചെയ്ത് എന്റെ ഊപ്പാടും പരുവപ്പാടും വരുന്നത് എന്ത് ചെയ്യൂന്ന് പറ. ഇവിടെയൊക്കെ യുദ്ധക്കളമായല്ല, എന്തോ കഷ്ടമെന്ന് പറ. എന്തോന്ന് മുത്തുക്കിളി ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നേ? 2 കിലോ നെല്ലിക്ക വാങ്ങട്ടാ? തളം വെക്കാനാണ്. അങ്ങനെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വാങ്ങിക്കണം. അത് മുത്തുക്കിളിക്ക് വെച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് വെച്ചാൽ മതി. ആണാ? ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ച് സഹായിക്കാൻ കരുതി വന്നതാണ്. സഹായിക്കണമെങ്കിൽ ഒരുപാട് സഹായിക്കാനുണ്ട്. സാമ്പാൻ അരിയണം, തോൻ അരിയണം, ചായ ഉണ്ടാക്കണം, ചോറ് വയ്ക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചോദിക്കാൻ വന്നത് അബദ്ധായോ? എന്തോ രാവിലെ ദോശ ഉണ്ടാക്കി, പക്ഷെ കറി ഉണ്ടാക്കിയില്ല. കറി ഉണ്ടാക്കിയില്ലേ? ഇല്ല. കറി ഞാൻ ഉണ്ടാക്കാം. അത് വേണോ? അതിനെന്താ, മുത്തുക്കിളിക്ക് സഹായിക്കാനല്ലേ ഞാൻ വന്നേ. കറി ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. കറി എന്ത് കറിയാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? നല്ല പനീർ വാങ്ങിച്ചില്ലേ? പനീറുണ്ട്, ഫ്രിഡ്ജിലിരിക്കില്ലേ? ആ പനീറും കടലയും കൂട്ടി ഒരു പിടി. പിടിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് കഴിച്ചിട്ട് കൊച്ചമ്മേന്റെ കഴുത്തിന് പിടിക്കരുത്. അത് കഴിച്ചിട്ട് എന്നെ ഇന്ന് അമ്മയുണ്ടല്ലോ ജീവനോട് ഇരിക്കൂലെന്നാ? അതോ എന്തോന്ന് മുത്തോണ്ണ ഇങ്ങനെ തളർത്തരുത്. പിന്നെ എന്താണ്? അമ്മ എന്നെ അഭിനന്ദിക്കും. ഉറപ്പ് തന്നെ? എങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആവശ്യമുള്ള പൊടികൾ ഇരിപ്പുണ്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പൊടികളുടെ പേരിൽ മാറിപ്പോയിരിക്കാനായിട്ട് എല്ലാം പുറത്ത് ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതി വെച്ചേക്കുന്നത് ആവശ്യം തിരിക്കുന്നത്. അപ്പൊ ഞാൻ കീറി കളയട്ടില്ല. എന്തായാലും എഴുതി വെച്ച സ്ഥിതിക്ക് അത് കീറി കളയുന്ന ഐശ്വര്യക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരു പിടി പിടിച്ചോണ്ട് നില്ല്. ഞാനേ സാമ്പാറും തോനും മാത്രമേ ഉള്ളൂ, വേറെ കറിയൊന്നുമില്ല. കൊച്ചമ്മയ്ക്ക് എല്ലാം പിടിക്കില്ലല്ലോ. ഒരു കാര്യം, ഞാൻ ചെന്ന് പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അത് വാങ്ങിച്ചോണ്ട് വരാം. അപ്പോൾ കുഞ്ഞ് കറി ഉണ്ടാക്കി വെക്ക്. ഓക്കെ അല്ലേ? സെറ്റ്.
പനീറും കടലയും കൂട്ടി പൊടിക്കാന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ ഇട്ടിട്ട് പൊടിക്കുന്ന ദൈവത്തിനറിയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.